Hi, good evening. Good Good evening, evening, sir. sir. Good evening, sir. Good evening, Good sir. evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Thank you so much. എല്ലാവർക്കും സ്വാഗതം. Good evening, sir. Good evening. Good evening, sir. Good evening. Thank you so much. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പാത്വേ പ്രോസസ് എന്ന പുസ്തകത്തിന്റെ 5ാമത്തെ ചാപ്റ്ററാണ്. ക്രിസ്ത്യൻ ഡി ലാർസന്റെ ദി പാത്വേ പ്രോസസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പിരിച്വൽ ബുക്കാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എങ്ങനെ നന്മ കണ്ടെത്താം എന്നുള്ള ആ ഒരു ഗൈഡൻസ് നൽകുന്ന അറിവുകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ഇതുവരെയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇതുവരെ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി നമ്മൾ സംസാരിക്കുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന്റെ പേര് ദി ഗുഡ് ദാറ്റ് ഈസ് ഇൻ യു എന്നാണ്. ദി ഗുഡ് ദാറ്റ് ഈസ് ഇൻ യു പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ നന്മ. അതിന്റെ അർത്ഥം നമ്മുടെ ആത്മശക്തി എന്താണെന്നുള്ളത്, നമ്മുടെ ആത്മശക്തിയെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവും അത് എങ്ങനെ പുറത്തെടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും ഗൈഡൻസുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഉള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ആത്മശക്തി പുറത്തെടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ഉയർന്ന വൈബ് ലഭിക്കും എന്നുള്ളതാണ്. ഹയർ വൈബ്, ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തുകയും അത് നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്നും വേദനകളിൽ നിന്നും കരകയറുവാനും ജീവിതത്തെ ഒരു മികച്ച ലെവലിലേക്ക് എത്തിക്കുവാനും സഹായിക്കും. അതാണ് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആത്മശക്തി. അങ്ങനെ തന്നെ പറയാം. കാരണം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട്, മറഞ്ഞിരിക്കുകയാണെന്ന് മാത്രം. ആ ഒരു ആത്മശക്തിയെ പുറത്തെടുക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ ഒരാൾ ചോദിച്ചതാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത്. വിചാരിച്ചതുപോലെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും നടക്കുന്നില്ല, വിചാരിക്കുന്നത് പോലെ അല്ല നടക്കുന്നത് എന്നുള്ള രീതിയിൽ സംശയം എന്തുകൊണ്ടാണെന്നുള്ളത് കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ ചോദിച്ചത്. കാരണം ഇത് മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ്, അതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം ക്രിസ്ത്യൻ ഡി ലാർസൻ പറഞ്ഞു നിർത്തിയത്. നമ്മുടെ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ചാൽ, അതായത് ആത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മശക്തി. അപ്പൊ ആത്മശക്തി എന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ശക്തി, നമ്മുടെ സോളിന്റെ പവർ എന്ന് പറഞ്ഞാൽ, സോൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഡിവൈൻ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ഡിവൈൻ ദൈവത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയാണ്. അതായത് ദൈവത്തിന്റെ മറ്റൊരു ചെറിയ പതിപ്പാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ ഒരു ശക്തി, ആത്മാവിന്റെ സോളിന്റെ ശക്തിയെ യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിഞ്ഞാൽ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നമുക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവും നിങ്ങളുടെ ലൈഫിലൊന്നും ഉണ്ടാവില്ല. ഞാൻ അവിടെ ആ ക്ലാസ്സിലും അത് പറഞ്ഞതാണ്, ആ ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ഒരു ചാപ്റ്റർ വരുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കാം. ഇപ്പൊ നമ്മൾ എപ്പോഴും എല്ലാവരും നമ്മൾ ഓരോരുത്തർ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ആത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ദൈവശക്തി തന്നെയാണ്. അതിൻ്റെ ഒരു നമ്മുടെ ആത്മാശക്തിയിൽ അതവിടെ ഉണ്ടെന്നുള്ള ഒരു അടിയുറച്ചൊരു ബോധ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാകുന്നത്. അത് ആ ഒരു പോയിന്റാണ് മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബത്തിലൊരു വിഷയം ഉണ്ടെങ്കിലും, നിങ്ങൾ പെയിൻഫുൾ ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, ശരീരത്തിലെ വിഷയമാണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും ഏതായാലും ശരി തന്നെ, അങ്ങനെയൊന്നും ഒരു സംഭവം നിങ്ങളുടെ ആത്മശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല. അപ്പോൾ എവിടെയോ ആ ഒരു ബോധ്യത്തിൽ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു നിഴല് ലൈഫിനകത്ത് വന്നിട്ട് നമുക്കൊരു വെളിച്ചക്കുറവ്, ആ വെളിച്ചക്കുറവ് നമ്മുടെ മനസ്സിന് വേദനയായിട്ട് ഫീൽ ചെയ്യുന്നത്. ആ വെളിച്ചക്കുറവാണ്. നമുക്കൊരു റൂമിന്റെ ഒരു ഭാഗത്ത് ഇരുട്ടുണ്ടെങ്കിൽ, അതായത് അതിന്റെ അർത്ഥം മറ്റു ഭാഗങ്ങൾ വെളിച്ചമുണ്ട്, ചില ഭാഗങ്ങൾ ഇരുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെളിച്ചം തരുന്ന സ്രോതസ് എന്തോ കൊണ്ട് മറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെയാണ്. ആ നിഴല് വീഴുന്നത് കൊണ്ടാണ്. അതായത് ആ നിഴല് വീഴാനുള്ള കാരണത്തെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിഴൽ അവിടെ നിന്ന് മാറും. മാത്രമല്ല ഓട്ടോമാറ്റിക്കായിട്ട് പ്രകാശം വരും.
ഓട്ടോമാറ്റിക്. അതവിടെ പിന്നെ പ്രകാശത്തെ പുറത്തായിട്ട് കൊണ്ടുവരണ്ട. ആ നിഴല് പ്രകാശത്തെ തടഞ്ഞുകൊണ്ടാണ് ആ നിഴല് ആ റൂമിൽ വീഴുന്നതെന്ന് ഞാൻ ഈ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ നിങ്ങളൊരു വേദനാജനകമായ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആത്മശക്തി ഫുൾ പ്രകാശത്തെ കൊടുക്കാൻ കഴിയാതെ മറയ്ക്കപ്പെടുന്നത് കൊണ്ട് ആ മറയ്ക്കുന്ന കാര്യം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പ്രകാശം വീണ്ടും അത്ഭുതം തോന്നുന്ന രീതിയിൽ ഈസി ആയിട്ട് ജീവിതത്തിലെ വിഷയങ്ങൾ മാറും. അപ്പൊ പക്ഷേ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പവർ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യമാണ്. ആ ഒരു പോയിന്റാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ക്രിസ്റ്റ്യൻ ഡി ലാൻസർ ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുന്നത്. ദി മാസ്റ്റർ കീ സിസ്റ്റത്തിലും ചാൾസ് ഹാനൽ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് പവർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ പവർ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു പവർ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട് തുറക്കാനുള്ള താക്കോൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ നിങ്ങളുടെ ബാഗിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ബാഗിൽ നിന്ന് ആ ഒരു കീ എടുക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് എവിടെ തപ്പും, ഞാൻ എൻ്റെ കീക്ക് വേണ്ടി എവിടെ ഞാൻ തിരയും എന്ന് പറഞ്ഞതുപോലെയാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തേടി ഇങ്ങനെ അലയുമ്പോൾ അതിനുള്ള കീ അല്ലെങ്കിൽ ആ പവർ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ ഒരു 10 പോയിന്റോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു എളുപ്പത്തിനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരു പോയിന്റ് ഒരു മിസ്സാകാതിരിക്കാനാണ്. അപ്പൊ ഞാൻ ആ ഒരു പുസ്തകം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനൊരു നീതികേടായി പോകും പോയിന്റ്. അതുകൊണ്ടാണ് ഞാനൊരു പോയിന്റുമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ മുഴുവൻ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായ ശക്തിയെ തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആന്തരികമായ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ പവർ അല്ലെങ്കിൽ ദ പവർ വിത്തിൻ അസ്, ആത്മശക്തി, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ, ഡിവൈൻ, നമ്മുടെ ദൈവശക്തിയെ, നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവശക്തിയെ നമ്മൾ അവിടെ ഉണ്ട്, എനിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് അടിയുറച്ച് എനിക്ക് ഉണ്ട്, എന്തിനും എല്ലാത്തിനും പരിഹാരമായിട്ടൊരു ശക്തി എൻ്റെ കൂടെ ഉണ്ട്, ഈ ശക്തി സകലത്തിനേക്കാളും ഉയർന്നതാണ്. ആ ഒരു അടിയുറച്ചൊരു ആഴത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അങ്ങനെ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് എന്താണ് ഇങ്ങനെ പറ്റുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഒരു ബോധ്യം നമ്മൾ ഉണ്ടായിട്ട് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ആന്തരികമായ ശക്തിയെ തിരിച്ചറിയുകയും, അതായത് നമ്മുടെ ആ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിൽ സകലത നേടിത്തരുവാൻ കഴിയുള്ള ശക്തിയാണ്. അതിപ്പോ ഒരു വൃക്ഷത്തിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആൽമരത്തിന്റെ വിത്ത് വളരെ ചെറുതാണ്. ആൽമരത്തിന്റെ വിത്തിനകത്ത് ഉള്ള ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഒരു മഹാവൃക്ഷത്തെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയാണ് അതിനകത്തുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലുത് സൃഷ്ടിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ പൊട്ടൻഷ്യൽ അടങ്ങിയ ഒരു വിത്ത്, ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വലിയൊരു പവർ നമ്മളെല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പവർ നമ്മളോട് ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആത്മശക്തി എല്ലാ ദോഷങ്ങളെക്കാളും വലുതാണ്. അങ്ങനെ ഒരു വിശ്വാസം, വലുതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വലുതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. അങ്ങനെ നമ്മളെ ദോഷമല്ല, നമ്മളെ ശക്തിയാണ് വലുത്. അങ്ങനെ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയത്തെക്കാളും പവർഫുൾ ആണ്, ശക്തിമത്താണ് എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രഭ കൊണ്ട് നിലവിലുള്ള ആ ദോഷങ്ങൾ നിഷ്പ്രഭമായി വാനിഷായി പോകുന്നുള്ളതാണ്. നമ്മൾ സത്യത്തിൽ ദോഷങ്ങൾ ജീവിതത്തിൽ നിൽക്കുന്ന, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിൽക്കുന്നതിന് പ്രധാന കാരണം ഈ ദോഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അധികം കൊണ്ടുവരികയും അതില് വലിയൊരു സംഭവമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും നമ്മുടെ മനസ്സിനകത്ത് വലിയ രീതിയിൽ അത് സൃഷ്ടിച്ചു വെക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീണ്ടും വീണ്ടും വളർന്ന് അല്ലെങ്കിൽ വിട്ടുപോകാതെ ഇരിക്കുന്നതാണ്. അതിന് നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു നമ്മുടെ ഈ ആത്മശക്തി സകല ബുദ്ധിമുട്ടുകളെക്കാളും ദോഷങ്ങളെക്കാളും വലുതാണ്. അതായത് വലുതെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനെ നിഷ്പ്രഭമാക്കാൻ കഴിവുള്ളതാണ് എന്നുള്ള ശക്തി. അങ്ങനെ വേണം, നിഷ്പ്രഭമാക്കാൻ കഴിവുള്ളതാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. കൃത്യമായ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ക്രമേണ ആ ഒരു ബോധ്യം കൊണ്ട് തന്നെ നമ്മൾ
നമ്മുടെ ആ ഒരു ദോഷങ്ങൾ മാറുവാനുള്ള ചിത്രം തെളിയും, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങും. അതിനുവേണ്ടി അദ്ദേഹം നിങ്ങൾ തന്നിട്ടുള്ള ഒരു അഫർമേഷൻ എന്ന് പറയേണ്ട, നിങ്ങളൊരു ചെറിയൊരു നോട്ട്, അതായത് അഫർമേഷൻ ആയിട്ട് പറയണ്ട, പക്ഷെ നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും വായിച്ചിട്ട് അതിന്റെ അർത്ഥം ആഴത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അത് എഴുതിക്കോളൂ. എല്ലാ ദോഷങ്ങളെക്കാളും പരാജയങ്ങളെക്കാളും ഞാൻ വലുതാണ്. എല്ലാ ദോഷങ്ങളെക്കാളും പരാജയങ്ങളെക്കാളും ഞാൻ വലുതാണ്. അതായത് ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, ഇതൊന്നും എനിക്കൊരു വലിയ സംഭവമേ അല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ വളരും. സാഹചര്യങ്ങളുടെ പരിമിതികളെക്കാളും, അതായത് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങളുടെ പരിമിതികളെക്കാളും നേരിടേണ്ട ഏതൊരു അവസ്ഥയെക്കാളും ഞാൻ വലുതാണ്. നമ്മൾ ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം വരുമ്പോൾ അതിന് വലിയ ഒരു ഭയങ്കര സംഭവമായിട്ട് കാണുന്നതുകൊണ്ടാണ് അതും നമ്മളോട് അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എൻ്റെ ഉള്ളിലുള്ള ശക്തിയെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും സിമ്പിൾ കാര്യങ്ങളാണ് എൻ്റെ മുന്നിലുള്ള. ഒന്നുകൂടെ ഞാൻ പറയാം, 2 സെന്റൻസ് മാത്രമേ ഉള്ളൂ. എല്ലാ ദോഷങ്ങളെക്കാളും പരാജയങ്ങളെക്കാളും ഞാൻ വലുതാണ്. സാഹചര്യങ്ങളുടെ പരിമിതികളെക്കാളും നേരിടേണ്ട ഏതൊരു അവസ്ഥയെക്കാളും ഞാൻ വലുതാണ്. ഈ 2 സെന്റൻസ് എഴുതി ഇട്ടിട്ട് ഒരു ബോക്സിനകത്ത് എഴുതിയിട്ട് ഇത് നിങ്ങൾ അഫർമേഷനായിട്ട് പറയണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കുക. നോക്കിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് ആഴത്തിൽ ഉൾക്കൊള്ളുക, ഒരു ബോധ്യതലത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതായത് നമ്മൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ബോധ്യതലത്തിലേക്ക് എത്തുക എന്നുള്ളത്, ഞാൻ വലുതാണ്, ഞാൻ പവർഫുൾ ആണ് എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തി, എന്താ പറയുക, കൊത്തിവെക്കപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ കൊത്തിവെക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആ ഒരു കൊത്തിവെപ്പ് അകം ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് അകം ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു കാരണമായി മാറും. അപ്പൊ ആ അകം ലോകം നമ്മൾ വലിയൊരാളാണ്, എനിക്ക് എൻ്റെ ശക്തി വലുതാണ് എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മുടെ ഒരു അകം ലോകം സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അകം ലോകത്തിന്റെ ബേസിലാണ് നമ്മുടെ പുറം ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ ചിന്തകളും വൈകാരിക അവസ്ഥകളും ഇമോഷൻസ് ഫീലിങ്സും എല്ലാം ആ ഒരു അകം ലോകത്തിന്റെ ബേസിൽ രൂപപ്പെട്ടു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ചിന്തകൾ വരും. ആ ചിന്തകൾക്കനുസരിച്ച് നല്ല ജീവിതം, ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നത് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ 2ാമത്തെ പോയിന്റ് അതാണ്, ആത്മശക്തി എല്ലാ ദോഷങ്ങളെക്കാളും വലുതാണ് എന്നുള്ള പോയിന്റ്. അതിനകത്ത് ഈ ഒരു 2 സെന്റൻസുകൾ നമ്മുടെ ബോധ്യത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം നിങ്ങളത് ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുക. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് ഫീൽ ചെയ്യും. 3ാമത്തെ പോയിന്റ് ആയിട്ട് ആ ഒരു പുസ്തകത്തിൽ പറയുന്നത്, ആത്മശക്തി എല്ലാ രോഗങ്ങളെക്കാളും വലുതാണെന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ എത്തണം. ആത്മശക്തി നിലവിലുള്ള എല്ലാ രോഗങ്ങളെക്കാളും വലുതാണ്. നമുക്ക് അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അസുഖങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ആ അസുഖത്തെ പരിഹരിക്കുവാൻ കപ്പാസിറ്റിയുള്ള നമ്മുടെ ആത്മശക്തിയെ നമ്മൾ തീർത്തും അവഗണിക്കുകയോ അല്ലെങ്കിൽ ഇല്ലെന്ന് കരുതുകയോ ചെയ്യുമ്പോഴാണ് രോഗം ഒരു വലിയ സംഭവമായി മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോധ്യത്തിലേക്ക് കൂടി എത്തണം. ഈ ഒരു ആത്മശക്തി എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ആരോഗ്യമാണ്, ഹോൾ ആൻഡ് പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആയ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാണ് ഞാൻ. അങ്ങനെ വരുമ്പോൾ എൻ്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും രോഗങ്ങൾ അത് തോന്നലാണ്, ഇല്യൂഷനാണ്, അത് മാറും. എൻ്റെ ശക്തി പവർഫുള്ളായി വരുമ്പോൾ അത് സ്വാഭാവികമായും ആ രോഗാവസ്ഥകൾ മാറി ഈ ഒരു രോഗം പരിപൂർണമായി പ്രത്യക്ഷമാകാൻ തുടങ്ങും. ഈ ഒരു ആത്മശക്തി നമ്മുടെ പരിപൂർണമായ സുഖമാണ്, ശരീര സുഖമാണ്, അപ്പൊ മനസ്സിന്റെയും സുഖമാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ്, നമ്മുടെ ആത്മശക്തിക്ക് ഏത് ബുദ്ധിമുട്ടിനെയും പരിവർത്തനം ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ ആത്മശക്തിക്ക് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെയും പരിവർത്തനപ്പെടുത്താനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ആ ഒരു പാസേജിൽ പറഞ്ഞല്ലോ, ഞാൻ തന്നിട്ടുള്ള 2 സെന്റൻസിൽ പറഞ്ഞതുപോലെ ഏതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെക്കാളും ഞാൻ വലുതാണ് എന്ന് നമ്മൾ മനസ്സിൽ അടിയുറച്ച ബോധ്യതലത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ ചിന്തകൾ ആ ഒരു നെഗറ്റീവ് സാഹചര്യങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. നമ്മളെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അകം ലോകത്തിന്റെ പ്രതിബിംബമായിട്ട് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയുക ഇഷ്ടികകൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ചിന്തകൾ
പവർഫുൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ മാറി പരിവർത്തനം ചെയ്യപ്പെട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ ജീവിതം സൃഷ്ടിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു ശക്തി അടങ്ങിയതാണ്. നമ്മുടെ ആത്മശക്തിക്ക് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെയും പരിവർത്തനപ്പെടുത്താനുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. വേറൊന്നുമല്ല, അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല വിഷയങ്ങൾക്കും പരിഹാരം കാണാനുള്ള കഴിവുണ്ട്. അത് സ്വാഭാവികം നമ്മുടെ ശക്തി നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ആ ഒരു ശക്തിയുടെ ബേസിലായിരിക്കും നമ്മുടെ ചിന്തകൾ വരുന്ന ചിന്തകൾ സ്വാഭാവികമായും സാഹചര്യങ്ങളെ മാറ്റും. ഈ 5ാമത്തെ പോയിന്റ് ആയിട്ടുള്ളത് ഈ ശക്തിയെ എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളതാണ്. ഈ ശക്തിയെ എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളതാണ് 5ാമത്തെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമ്മൾ നേരത്തെ ആദ്യം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. അതായത് ഈ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് 1ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ ഒരു ആത്മശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. 2ാമത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാനുള്ളത് ഈ നമ്മുടെ ആത്മശക്തി നമ്മളിൽ ഉള്ളത് പോലെ തന്നെ ഈ ലോകത്തിലുള്ള സകലത്തിലും ഉണ്ട് ആ നന്മ, അല്ലെങ്കിൽ ആ ഒരു ഗുഡ്നെസ്, ആ ഒരു ശക്തി, പവർ എന്നുകൂടി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഉള്ളിലെ ശക്തി നമുക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ അത് നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലായാലും എല്ലാ മണ്ണിലും വീടിലും എല്ലാത്തിലും ആ ഒരു ശക്തി ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ചിന്താരീതിയോട് കൂടി വേണം നമ്മൾ ഈ ജീവിതത്തെ നോക്കിക്കാണുവാൻ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ശക്തി പുറത്തു വരുവാനുള്ള വഴി ഒരുങ്ങി തുടങ്ങി. യഥാർത്ഥത്തിൽ അത് പുറത്തു വരുവാൻ നമുക്ക് ഈ പറഞ്ഞതുപോലെ പല വിഷയങ്ങൾക്കും പരിഹാരം കാണുവാൻ തക്ക വിധം നമ്മുടെ ശക്തി പുറത്തു വരുവാൻ കഴിയുമെന്നുള്ളതാണ്. 6ാമത്തെ പോയിന്റ് ജസ്റ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോയിന്റാണ്. എല്ലാവരിലും ഈ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ മറ്റുള്ളവരെ വിമർശിക്കാൻ പാടില്ല. ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ശക്തി പുറത്തു വരണമോ അതോ കുറഞ്ഞു പോകണമോ അകത്തേക്ക് ഉൾവലിഞ്ഞു പോകണമോ എന്ന് തീരുമാനിക്കും. നമ്മുടെ ശക്തി പുറത്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയും? ഒന്ന് ഇന്ററാക്ട് ചെയ്യൂ. നമ്മളെ ശക്തി പുറത്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈബ് കൂടും. അത് തന്നെയാണ്, വൈബ് കൂടും, എനർജി ലെവൽ കൂടും, വൈബ് കൂടും. കറക്റ്റാണ്. അതായത് നമ്മുടെ ശക്തി പുറത്തു വരുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലെവൽ കൂടും. നമ്മുടെ ശക്തി കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വൈബ് താഴും, വൈബ് ഉയരും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശക്തി, ആത്മശക്തി കൂടുതലായിട്ട് പുറത്തു വരുന്നതിന്റെ ലക്ഷണമാണ് നമ്മുടെ വൈബ് കൂടും. അല്ലെങ്കിൽ വൈബ് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആത്മശക്തി പുറത്തു വരും. ഇപ്പോ നമ്മൾ മറ്റ് വ്യക്തികളെ നമ്മൾ വിമർശിക്കുകയും വല്ലാതെ വിമർശിക്കുകയും അവരുടെ കുറ്റങ്ങൾ നിരന്തരമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ശക്തി പുറത്തു വരുവാനുള്ള ആ ഒരു പോയിന്റാണ് ഇവിടെ മിസ്സാക്കുന്നത്. അതായത് എല്ലാത്തിലും നന്മകൾ കാണണം, എല്ലാത്തിൻ്റെയും നന്മകൾ നമ്മൾ കാണണം എന്നുള്ള ആ ഒരു പോയിന്റ്. അതായത് നമ്മളിപ്പോ ഒരു വ്യക്തിയെ നമുക്കിപ്പോ ജീവിതത്തിനകത്ത് ഇപ്പൊ പലർക്കും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പലർക്കും ഉള്ള ഒരു വിഷയമാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂവിന് കാരണമായ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യും? കുറ്റപ്പെടുത്തുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തുമ്പോൾ സത്യത്തില് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ ആത്മശക്തി പുറത്തു വരുന്നത് തടയപ്പെടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ആരുമായിട്ടുള്ള ഇഷ്യൂ ആണോ ഉള്ളത് ആ വ്യക്തിയുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ളതുപോലെ തന്നെ ഒരു ദൈവികാംശമുണ്ട്. അവര് ഇൻഹറന്റ് ആയിട്ട് ഉള്ളില് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ ഔട്ടർ വേൾഡ് ബോധതലം മാത്രമാണ് നമ്മളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്നത് എന്ന് മാത്രമേ നമ്മൾ കരുതാവുള്ളൂ. ആ ഒരു ഈഗോ തലത്തെ നമ്മൾ ഒരിക്കലും നോക്കിക്കൊണ്ട് നമ്മൾ ആ വ്യക്തിയെ അളക്കരുത്. ആ വ്യക്തിയുടെ ഉള്ളില്
ഒരു നന്മയുണ്ട്, വളരെ പവർഫുൾ ആയ ഒരു ശക്തി ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഏതൊരു ഇഷ്യൂവിനെയും, ഏതൊരു വ്യക്തിയെയും, നമ്മുടെ മുന്നിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏതൊരു വ്യക്തിയായാലും ശരി തന്നെ, സാഹചര്യമായാലും ശരി തന്നെ, എന്തിലും നമ്മൾ കാണാനുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ പവർ വർദ്ധിക്കും, ആ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കും. അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശക്തി പുറത്തു വരുവാനുള്ള സാധ്യതയാണ് ഇല്ലാതാക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടി അദ്ദേഹം എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ എന്തിനെയാണോ വിമർശിക്കുന്നത്, വി കനോട്ട് ക്രിട്ടിസൈസ് എനിവൺ വിത്തൗട്ട് ഹാമിങ് എവരിബഡി കൺസേൺ. ഞാനത് മലയാളത്തിൽ പറഞ്ഞുതരാം. വി കനോട്ട് അവർ സെൽസ് ഇൻക്ലൂഡഡ് എന്നാണ്. നമുക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും മുറിവേൽക്കാതെ നമുക്ക് ആരെയും വിമർശിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായി നിൽക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂവിന് കാരണമായ വ്യക്തിയായിരിക്കും ഓപ്പോസിറ്റിലുള്ളത് ആ ഇഷ്യൂവിന്. അപ്പൊ ആ ഒരു വ്യക്തിയെ, അവരുടെ ആ ഒരു കുറവുകളെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ധാരാളമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തില് ആ വിമർശനം എല്ലാവർക്കും പരിക്കേൽപ്പിക്കുന്നുണ്ട്, അതായത് മുറിവേൽപ്പിക്കുന്നുണ്ട് ആന്തരികമായിട്ട്, സ്പിരിച്വൽ തലത്തിൽ. അതിന്റെ അർത്ഥം അവർക്ക് നോവുന്നുണ്ട്, നമുക്കും നോവുന്നുണ്ട്. എവരിബഡി കൺസേൺഡ്, അവർസെൽസ് ഇൻക്ലൂഡഡ് എന്നാണ്, നമ്മൾ ഉൾപ്പെടെ. അതുപോലെ തന്നെയാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്, നോർ ക്യാൻ വി തിങ്ക് വെൽ ഓഫ് എനിവൺ വിത്തൗട്ട് ഹെൽപ്പിംഗ് എവരിബഡി കൺസേൺഡ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നന്മ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രമല്ല നമുക്ക് ഉൾപ്പെടെ ഒരു മനുഷ്യനും അതിന്റെ നന്മ കിട്ടാതെ പോകുന്നതുമില്ല. ഈ പറഞ്ഞ അത് തന്നെയാണ് ഒൺനെസ് തന്നെയാണ്. അത് തന്നെയാണ് ഒൺനെസ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ പോയിന്റുകളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാഠത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ പോയിന്റുകളെല്ലാം വീണ്ടും ഓർമ്മിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാനും കഴിയും. ഇപ്പൊ റിലേഷൻഷിപ്പ് ഇഷ്യൂസിന്റെ പ്രധാന കാരണം എപ്പോഴും നമ്മൾ അത് കൂടുതൽ വഷളാവാൻ കാരണം ആ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ വിമർശിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കഴിവിന്റെ പരമാവധി കുറ്റപ്പെടുത്തലുകൾ മാറ്റുകയും കുറ്റപ്പെടുത്താതിരിക്കുകയും, മറ്റ് വ്യക്തികളുടെ ഉള്ളിലും ഈഗോ തലത്തിലാണ് അവർക്ക് കുറച്ച് കുറവുകളുള്ളത്, കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവർ ആത്യന്തികമായിട്ട് എല്ലാവരുടെ ഉള്ളിലും നന്മയാണ്, ആത്യന്തികമായ നന്മയുള്ളവരാണ് അവർ. നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ആ നന്മയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ആ റിലേഷൻഷിപ്പ് ഈസി ആയിട്ട്, ഹാർമോണിയസ് ആയിട്ട്, പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ ആ റിലേഷൻഷിപ്പ് നന്മയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലായി വരും. അല്ലാത്ത പക്ഷം നമ്മൾ എത്രത്തോളം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നോ, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ആത്മശക്തി പുറത്തു വരുവാനുള്ള ആ ഒരു സാധ്യത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആത്മശക്തി പുറത്തു വരുവാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞത്, നമ്മൾ എത്രത്തോളം വിമർശിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാവും. നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഏതൊരു, ഇപ്പൊ പൊളിറ്റിക്കൽ ഈവന്റ്സ് ആയാലും ശരി തന്നെ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളായാലും ശരി തന്നെ, പത്രത്തിൽ വരുന്ന വാർത്തകളായാലും, അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളായാലും, എന്തിനെ ആയാലും ശരി തന്നെ, നമ്മൾ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുത്തുന്നത്. അത് പറയുന്ന ആളുകൾക്കും അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരുപോലെ, പറയുന്ന ആളുകൾക്ക് ആദ്യം വേദനിച്ചിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ സത്യത്തിൽ. അത് നമ്മൾ അതുകൊണ്ട് ക്രിട്ടിസൈസും കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് വീണ്ടും ഈ ഒരു അധ്യായത്തിലൂടെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ 7ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കണം, പോസിറ്റീവ് ചിന്തകളുടെ സ്വാധീനമാണ്. ഈ ഒരു പവർ, നമ്മുടെ ആത്മശക്തി പുറത്തു വരുവാൻ നമ്മെ സഹായിക്കുന്നതിൽ പോസിറ്റീവ് ചിന്തകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ എടുത്തു പറയുന്ന ഒരു പോയിന്റ് നോട്ട് ചെയ്തത്, നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിന്റെ സാദൃശ്യതയിലേക്ക് നാം ക്രമാനുഗതമായി വളരുന്നു. നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിന്റെ സാദൃശ്യതയിലേക്ക് നാം ക്രമാനുഗതമായി വളരുന്നു. ഇത് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടൊരു കോട്ടാണ്. അപ്പൊ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചിന്ത ഏറ്റവും കൂടുതൽ എന്തിനെ ബേസ് ചെയ്താണെന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കുറിച്ചാണോ നമ്മൾ പരിഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും പരിവേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് വേണം പറയാൻ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. കാരണം പറഞ്ഞാൽ നമ്മുടെ ചിന്തകള് എപ്പോഴും സങ്കടത്തിന്റെയും പരിഭവത്തിന്റെയും ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ക്രമാനുഗതമായി നമ്മൾ മാറിത്തീരുകയുള്ളൂ. അപ്പൊ പിന്നെ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ട് നമ്മുടെ വൈബ് താഴും. ആ വൈബിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ജീവിതത്തിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത്. നമ്മള് ദൈനംദിന ചിന്തകൾ വഴുതി പോകുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ദൈനംദിന പത്രവാർത്തകളിലും ദൈനംദിന സംഭവങ്ങളിലും എല്ലാം നമ്മൾ വഴുതി വീണു പോകുന്നുണ്ടോ, നമ്മൾ അതിലേക്ക് ഇഴകിച്ചേരുന്നുണ്ടോ, നമ്മുടെ ഫീലിങ്സ് ആ ഒരു ദേഷ്യവും സങ്കടത്തിലേക്കും വീണു പോകുന്നുണ്ടോ, ചുറ്റുനടക്കുന്ന സംഭവങ്ങളിലുള്ള ദേഷ്യത്തിലേക്ക് നമ്മൾ ആയി പോകുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ നിരന്തരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് ആയിരിക്കും വരുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചിന്തകളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മാറി വരുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് നെഗറ്റീവ് വശമുണ്ട്, നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് കരുതുക. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ ഫേസ് ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കാനുള്ളത്, ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പോസിറ്റീവ് സൈഡ് എങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കണം. തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുക. അതെന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിന്റെ സദൃശ്യതയിലേക്ക് ക്രമാനുഗതമായി വളരും. അപ്പം നമ്മള് മുമ്പിലുള്ള ഒരു നെഗറ്റീവ് സാഹചര്യത്തിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് മാത്രമായി നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുകയും അതിലും മാത്രം പരാതി പറയുകയും ആദി പിടിക്കുകയും ഇങ്ങനെ സങ്കടപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളുടെ നല്ലൊരു ശതമാനം ആ ഒരു നെഗറ്റീവ് വശത്തിലേക്ക് മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിലെന്താണ് ഒരു പോസിറ്റീവ് സൈഡ് ഉള്ളത്, എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പോസിറ്റീവ്ലി എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതിന് മുമ്പെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ ആ വ്യക്തി? ആ വ്യക്തിയുടെ ഉള്ളിൽ ഏത് രീതിയിലാണ് ഒരു നന്മയുള്ളത്, അത് മാത്രം ചികഞ്ഞെടുത്തിട്ട് നമ്മുടെ ലേസർ ഷാർപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകളെ അതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കിയുള്ള അത്ഭുതകരമായ മാറ്റം അവിടെ ഉണ്ടാകും. ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നായാലും ശരി തന്നെ, ആ സാഹചര്യമായാലും ശരി തന്നെ, അത് നമ്മുടെ പവറാണ്. അത് നമ്മുടെ ആത്മശക്തിയുടെ പവറാണ്. നമ്മുടെ ആത്മശക്തി ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മശക്തി ഉണർന്നുകൊണ്ട് നമ്മുടെ വൈബ് വർദ്ധിച്ചുകൊണ്ട് ആ നെഗറ്റീവ് സാഹചര്യം പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കിയെടുക്കാൻ. പിന്നെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ സകല അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ശക്തി നേടുക എന്നുള്ളതാണ്. സകല അനുഭവങ്ങളിൽ നിന്നും ശക്തി നേടുക എന്നുള്ളതാണ് 8ാമത്തെ പോയിന്റ്. എല്ലാ അനുഭവങ്ങളിലും നമുക്ക് ഒരു ഗിഫ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയുന്നത്. എല്ലാ എക്സ്പീരിയൻസിന്റെ പിന്നിലും നമുക്ക് അനുകൂലമായിട്ട് മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നമുക്കത് വലിയൊരു വിശാലമായ കാഴ്ചപ്പാടില്ല. അത് കഴിഞ്ഞ ക്ലാസ്സുകൾ സംസാരിച്ച ഒരു മൗണ്ടൻ ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രതിസന്ധിയായിട്ട് കാണുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കതൊരു വലിയൊരു നന്മയായിട്ട് ഭവിച്ചതായിട്ട് കാണാൻ കഴിയും ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മുടെ ഹയർ പവറിന് ഒരു ഗ്രേറ്റർ തിങ്കിങ് ഉണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ താഴ്ന്ന ലെവലിൽ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കത് കാണാൻ കഴിയാത്തതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ ഏതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതൊരു അനുഭവത്തിന് പിന്നിലും എന്തെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ട്, അതിനെ അടിയുറച്ച് വിശ്വസിച്ചുള്ള ഒരു ശക്തി അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഒരു ശക്തി നേടിയെടുക്കുവാൻ പഠിക്കുക. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ജീവിതത്തെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളതാണ്. 9ാമത്തെ പോയിന്റ്, ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടുക. അത് ഞാൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. അദ്ദേഹം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുന്നതാണ്. ഏതൊരു വിഷയത്തിലും അപ്പുറം ഒരു നന്മയുണ്ട്. ഒരു ഹയർ ലെവലിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, ഒരു ഉയർന്ന കാഴ്ചപ്പാടിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും അതിനപ്പുറം ഒരു നന്മയുണ്ട്. നമ്മൾ അതിന്റെ നന്മ, ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടി ജീവിതത്തെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ
സ്വാഭാവികമായിട്ട് ആ ശുഭാപ്തി വിശ്വാസം, തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം, ആ ഒരു ശുഭമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ശുഭമായിട്ട് തന്നെ, ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതിബന്ധങ്ങളെ മറികടക്കുക. 10ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ്, ഫീലിംഗ് ഒൺനെസ് വിത്ത് ഗുഡ് എന്നാണ്. നന്മകളിൽ ഒൺനെസ് ഫീൽ ചെയ്യുക എന്നുള്ളത്. ഒൺനെസ് എന്നുള്ള വാക്കുകളൊന്നും അദ്ദേഹം അതിനകത്ത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ അത് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്തിൻ്റെയും ഏതിൻ്റെയും ഒരു നന്മ മാത്രം കാണുകയും എല്ലാത്തിലും നന്മ, ആ നന്മ എൻ്റെ ഭാഗമാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ മനോഹരമാണ്, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ മനോഹരമാണ്, ഈ ജീവിതം അതിമനോഹരമാണ്, എല്ലാവരിലും നന്മയുണ്ട്. നമ്മൾ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് കരുതുന്നവരുടെ ഉള്ളിൽ പോലും നന്മയാണ്. അവരുടെ നന്മയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അവരിൽ കാണുന്ന തിന്മ എന്ന് പറയുന്ന ഒരു വശം ലോവർ പാർട്ടാണ്, അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. ആത്യന്തികമായി അവരും നമ്മുടെ ഉള്ളിൽ പോലെ തന്നെ ഉള്ള ഒരു ആത്മ അംശമാണത്. എല്ലാത്തിലും ആ ഒരു ആത്മശക്തി ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ അതിൻ്റെ ഒരു നന്മയിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നിരന്തരമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ, എന്നിട്ട് അത് നമ്മുടെ തന്നെ ഭാഗമാക്കി നമ്മൾ മാറ്റുന്നതായിട്ട് നമ്മൾ വിശ്വസിക്കുകയും ചിന്തിക്കുക. അതായത് നമ്മുടെ തന്നെ ഒൺനെസിന്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ കാണും. മനസ്സിലായത് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ആ നന്മ നമ്മുടെ തന്നെ ഭാഗമാണ്. അതായത് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന എല്ലാവരിലും നന്മയുണ്ട്, അത് എന്റെയും കൂടെ ഭാഗമാണ്. നമ്മൾ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആവുകയാണ് വേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ ഇപ്പൊ ഒരു നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. സ്വപ്ന തുല്യമായ ജീവിതം നയിക്കുന്ന, നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല സാമ്പത്തികമായ സ്ഥിതിയിൽ നല്ല ഉയർന്ന ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ അത് എന്റേതാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഈ ഒൺനെസ് എന്ന് പറഞ്ഞാൽ. അതേസമയം നമ്മൾ അവരോട് നമുക്ക് അസൂയയോ ദേഷ്യമോ അങ്ങനെ നടക്കുന്ന നമുക്കത് കിട്ടുന്നില്ല. ഇവിടെ ഈ സമൂഹം അങ്ങനെയാണ്, ചിലർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെയാണ്, ചിലർക്ക് വിവേചന ബുദ്ധിയോടുകൊണ്ട് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് ദേഷ്യപ്പെടുകയും അല്ലാതെ അസ്വസ്ഥപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒൺനെസ് അവിടെ ഇല്ല. നമ്മുടെ ഈ ജീവിതത്തിൽ എവിടെ ഒരു നന്മ കണ്ടാലും അത് എന്റേതാണ്, എന്റെയും കൂടിയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തിൻ്റെയും ഒരു നന്മ വശം കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി, നമ്മുടെ ഉള്ളിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിവതും ശ്രമിക്കുക അത്ര അതാക്കുക. ക്രമേണ അത് നമ്മുടെ ഭാഗമായി മാറും. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുന്ന ആളുകളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരിലെ നന്മയിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവർ കൂടുതൽ നന്മ ലഭിക്കണമെന്ന് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ആർജവം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അവരുടെ ആ ഒരു നന്മ നമ്മളിലേക്ക് പകർത്തപ്പെടും. അതാണ് ഒൺനെസിന്റെ പവറാണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വൈബിനെ ഉയർത്താൻ പറ്റിയ ഒരു മാർഗമാണ്. നല്ല ഹയർ ലെവലിൽ ജീവിക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്റർ പറയുന്ന പോയിന്റുകൾ. ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് പറയുക, അതിന് ഞാൻ അർഹനാണ് എന്നാണോ? അങ്ങനെയല്ല, അങ്ങനെ പറയാം. തീർച്ചയായിട്ടും നമുക്ക് അർഹനാണ് എന്നുള്ള നമ്മൾ അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുക. അതാണ് നമ്മൾ അപ്പോൾ ആ അർഹതയുടെ മെസ്സേജ് അവിടെ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മിസ്സാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തിൻ്റെയെങ്കിലും ഒരു കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കുവാൻ, നമ്മുടെ ഉള്ളിനെ അകം ലോകത്തെ മനസ്സിലാക്കുക ഏറ്റവും എളുപ്പമാർഗം ആ വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ടെക്നിക്കാണിത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറവെന്നല്ല, ആ ഒരു നിങ്ങൾക്കുള്ള കുറവ് വേറൊരാൾക്ക് ഉണ്ട്. ആ ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ, എങ്ങനെയായാലും അതിൽ നിങ്ങൾ അത്യധികമായി സന്തോഷിക്കും. പലരും ചെയ്യുന്നത് നമുക്കില്ലാത്തൊരു കാര്യം മറ്റുള്ളവരിൽ കാണുമ്പോൾ നമ്മൾ ഓടി ഒളിക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതാണ്.
അങ്ങനെ ചെയ്യുമ്പോഴാണ് സത്യത്തിൽ അത് അകന്നകന്ന് പോകും, ഒരിക്കലും കിട്ടില്ല. വലിയ അബദ്ധമാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു പോയിന്റ്, ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില തിരിച്ചറിവുകളാണ്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർ കണക്റ്റഡ്നെസ്, നമ്മൾ ഈ സ്പിരിച്വാലിറ്റി പഠിക്കുമ്പോൾ കിട്ടുന്ന ചില ആഴത്തിലുള്ള അറിവുകളാണ്. ജീവിതത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നേടാൻ കഴിയും. കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്തവര് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വലിയധികം മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും വലിയ രീതിയിൽ അവർ ആത്മാർത്ഥമായ സന്തോഷം പ്രകടിപ്പിക്കാനും വേണ്ട, ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുക ഉള്ളുകൊണ്ട്. അതൊരു ശക്തമായ മെസ്സേജാണ് നമ്മൾ സബ് കോൺഷ്യസിന് കൊടുക്കുന്നത്, എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. ഇപ്പൊ നമ്മള് അങ്ങനെ കാണുമ്പോൾ നമുക്കത് ഇല്ലല്ലോ, അയ്യോ നമുക്ക് നമ്മൾ സങ്കടപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, നെടുവീർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു റോങ് മെസ്സേജാണ് സബ് കോൺഷ്യസിന് കൊടുക്കുന്നത്. നമുക്ക് അയ്യോ ഇത് അപ്പൊ വേണ്ടേ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അതേസമയം നമ്മള് അതിനോട് ഒത്തിരിയുമായി ഒരു ഹാപ്പിനെസ്, ഉള്ളുകൊണ്ട് നല്ലൊരു ഹാപ്പിനെസ്, അത് ആത്മാർത്ഥമായിരിക്കണം. അത് ഏതൊരു സബ്ജക്റ്റ്, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉന്നതി നേടുമ്പോൾ സമ്പന്നരെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കണം. ആ രീതിയിലാണ് നമ്മൾ കാണാറുള്ളത്. സമ്പന്നരെ കാണുമ്പോൾ അവർ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സമ്പത്ത് വരില്ല. അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. അതാണ് വിമർശനം നമ്മളെ ആത്മശക്തിയെ താഴ്ത്തേ ഉള്ളൂ, വൈബിനെ താഴ്ത്തും. അതാണ് ഈ ഒരു പോയിന്റ് അദ്ദേഹം ആദ്യം തന്നെ പറയുന്ന ഒരു പോയിന്റ്. എങ്ങനെ ശക്തിയെ പുറത്തെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ശക്തി എല്ലാവരിലും ഉണ്ടെന്നുള്ള കാര്യം അംഗീകരിക്കുക. അപ്പൊ നമ്മൾ എല്ലാത്തിനെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ആ ശക്തി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ഈ എല്ലാ നന്മകളെയും അപ്രീഷിയേറ്റ് ചെയ്യണം. തിന്മകളെയും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ വിമർശിക്കാതെ ഇരിക്കണം. നമ്മളിവിടെ കിടന്ന് വിമർശിച്ചെന്ന് പറഞ്ഞൊന്നും ചുറ്റുവട്ടം നടക്കുന്ന ആളുകളൊന്നും മാറാനൊന്നും പാടില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതും സത്യത്തിൽ വലിയൊരു ദോഷമാണ് നമ്മൾ സ്വയം ചെയ്യുന്നത്. ഈ ഒരു പോയിന്റാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ആ ഒരു ഗുഡ്നെസ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഗുഡ്നെസ് എന്റെ തന്നെ ഭാഗമാണ് എന്ന് നമ്മൾ അടിയുറച്ചു വെച്ചു. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ, നിങ്ങൾ എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, അതിൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഒരു പ്രാർത്ഥന പോലെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ മതി. അതാണ്, അതിന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അർഹതപ്പെടുക അത് ഒന്നും നിങ്ങൾ ഫോർമൽ ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട. ഫോർമലായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥത ഉണ്ടോ നോക്കിയാൽ മതി. നിങ്ങൾ ആ ഒരു ഫീലിങ്സിനെ ആത്മാർത്ഥതയോടുകൂടി ഫീലിങ്സ് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കും. താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കുറേ പാഠങ്ങൾ ഇതുപോലെ ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ അടുത്ത എല്ലാവർക്കും നന്ദി. മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ചോദിച്ചോളൂ. വിപിൻ ദാസ് ചോദിച്ചു. സാർ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അപ്പോഴേ ഈ പത്രക്കാര്, ടി വിക്കാര്, പിന്നെ ഈ പ്രതിപക്ഷ നേതാക്കന്മാരെ ഒക്കെ ഈ മറ്റുള്ളവരെ വിമർശിക്കുന്നുണ്ട്. അത് അവർക്ക് ദോഷമായിട്ടല്ലേ തീരുന്നത്? അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണെന്ന്? തീർച്ചയായിട്ടും അത് അൾട്ടിമേറ്റ്ലി കുറെ ദോഷം തന്നെയാണത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ചില നന്മകളും കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട്, അവരിപ്പോ ഒരു പത്രക്കാരായാലും അവർ കുറെ രാഷ്ട്രീയക്കാരായാലും എല്ലാം ഒരു വിമർശനം മാത്രമല്ലല്ലോ, ഒരു സമൂഹത്തിന് നല്ലൊരു ജനാധിപത്യ സൊസൈറ്റി ആയിട്ട് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് കൂടി നൽകുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു കാർമ്മ ആരോഗ്യകരമായ വിമർശനവും സത്യത്തിൽ ഇല്ല കേട്ടോ, അങ്ങനെയില്ല. പിന്നെ ഒരു യൂണിവേഴ്സിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു ഡാർക്ക് സൈഡ് എപ്പോഴും ഉണ്ടാകും. ഇപ്പൊ ഫുൾ അതായി വന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഡാർക്ക് സൈഡ് ഉണ്ടാകുന്നത് പോലെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്, ജനറൽ മാസ് കോൺഷ്യസിന്റെ ഭാഗമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷെ ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തി നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ലൈഫിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. അവരും സത്യത്തില് പൊളിറ്റീഷ്യൻസും ഈ ക്രിട്ടിസൈസിങ് അവര് ഉദ്ദേശിക്കുന്നത് നാടിന്റെ നന്മയാണ്. അത് ഉദ്ദേശിക്കുമ്പോഴത് ക്രിട്ടിസൈസ് ചെയ്യാതെ ഒരു പോസിറ്റീവായ വേയിൽ കൂടിയാണ് അവര് അതിനെ നോക്കിക്കാണുന്നതെന്നുണ്ടെങ്കിൽ വളരെ വേഗം അവരുടെ ലക്ഷ്യം നടക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ അതൊരു സമൂഹത്തിനനുസരിച്ച് അതായി വരും. ഇപ്പൊ തന്നെ നമ്മളിവിടെ ചില സമരമുറ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഒരു
ഒരു പണിമുടക്കൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ പണിമുടക്കിന്റെ ഭാഗമായിട്ട് കുറച്ച് പൊതുമുതലൊക്കെ ആളുകൾ അറിവില്ലായ്മ കൊണ്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യില്ലേ. സ്വന്തം ഫാക്ടറിയിലൊക്കെ പണിമുടക്കുമ്പോഴും ചിലപ്പോൾ ഫാക്ടറിക്കെതിരെയൊക്കെ തന്നെ സ്വന്തം ഫാക്ടറിക്കെതിരെയൊക്കെ ആക്രമണം നടത്തുന്ന മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ്. ഇതേ ഒരു പണിമുടക്ക് വികസിത രാജ്യങ്ങളിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കുറച്ചുകൂടി ഹയർ ലെവൽ. അവരെന്താണ് ആ പണിമുടക്കിൽ സമയത്ത് അവരുടെ സ്വന്തം ആ ഒരു ഫാക്ടറികളെ കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ സമയം ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കാണാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് രീതിയിലും കാണാം. അവരുടെ പണി മുടക്കുമ്പോൾ തന്നെ അവരതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തില് ഈ പൊളിറ്റീഷ്യൻസ് ആയാലും അവർ ഈ ഒരു വിമർശനാത്മകമായ മനോഭാവത്തോട് കൂടി പോകുമ്പോൾ അവരുടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പെട്ടെന്ന് കിട്ടണമെന്നില്ല. അത് അവർ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് സമീപനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുമെന്നാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അല്ലാതെ പ്രത്യേക ചില ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇതിൽ നിന്നൊരു എക്സംഷൻ ഇല്ലല്ലോ, ഒരു ഒഴിവില്ല. ചോദിച്ചോട്ടെ സാർ? ആരാണ്? വിപിനാണോ? അതെ അതെ ആ, പറഞ്ഞു. സാർ, ഈ വിഷയം ബന്ധപ്പെട്ടല്ല, വേറൊരു കാര്യമായിരുന്നു. ഈ ടിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞ സംഭവം സ്പിരിച്വാലിറ്റി തമ്മിൽ ബന്ധം ഉണ്ടോ? ഇല്ല, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ടിൻ ഫ്ലെയിം ജേണിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഇതുപോലുള്ള പുസ്തകങ്ങളാണ് ഞാൻ സത്യത്തിൽ ഫോളോ ചെയ്യുന്നത്. വളരെ പ്യുവർ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നത്, പ്യുവർ സ്പിരിച്വാലിറ്റി. അപ്പൊ അതിനകത്തൊന്നും ഈ ഒരു കാഴ്ചപ്പാടുകളൊന്നും ഇല്ല. അത് ഈ റീസെന്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ്. അത് കുറച്ച് മാനിപ്പുലേഷൻ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതെനിക്ക് തുടക്കത്തിൽ തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ചിലപ്പം എന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമായിരിക്കും. അത് ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കുന്നതുമില്ല. പക്ഷെ ഞാനത് പോയിട്ടില്ല. എനിക്കിത് ഈ ഒരു പുസ്തകത്തിൽ ഇപ്പം പാത്ത് വേ പ്രോസസ് എന്ന പുസ്തകം, അത് പവർഫുൾ ആയിട്ടുള്ള സ്പിരിച്വൽ പുസ്തകമാണ്. പക്ഷെ അതിനകത്തൊന്നും ഇത് നോക്കിയാൽ കാണില്ല. ഇത് മാസ്റ്റർ സിസ്റ്റത്തിൽ നോക്കിയാൽ കാണില്ല. അത് പ്യുവർ സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ഷൻ ഇല്ല. ടിൻ ഫ്ലെയിം കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ അത് ഫോളോ ചെയ്യാത്തതാണ് ഞാൻ പറയാറ്. താങ്ക് യു സോ മച്ച്. സാർ നമസ്കാരം. സാർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. നമ്മളിപ്പോ നമ്മുടെ കൂടെ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പം നമ്മളോട് പറയാം, അയ്യോ ഇയാൾ ഇത് ചെയ്യുന്നുണ്ടോ, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു നെഗറ്റീവായിട്ട് എടുക്കണോ പോസിറ്റീവായിട്ട് എടുക്കണോ സാറേ? ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ എല്ലാരും കൂടെ നിൽക്കുകയാണ്. അപ്പൊ ഒരാൾ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പറയാണ്, അയ്യോ ഇയാള് കാറ് ആ ട്രാഫിക്കിലെല്ലാം അങ്ങ് പോകുന്നു, കുഴപ്പമൊന്നും പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്കുള്ളിൽ പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഒരു ചെറിയ സംശയം എന്നല്ല, സംശയം വരുന്നില്ല, ബട്ട് ആ വാക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതെങ്ങനെ സാറേ? അത് പോസിറ്റീവായിട്ട് എടുക്കണോ അതോ അത് നെഗറ്റീവ് ആണോന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചെറിയൊരു അംശം ഇല്ലേ അതിന്റെ ഉള്ളില്? അത് ഗോപികയ്ക്ക് മനസ്സിനകത്ത് ഒരു ഡിസ്റ്റർബൻസ് അല്ലേ വരുന്ന ആ വാക്കുകൾ അല്ലേ? അതെ. പിന്നെ നാച്ചുറലി നെഗറ്റീവാണ് അത്. നമ്മളിപ്പോ അത് പക്ഷെ നമ്മളൊരു ഹയർ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ഫീൽ ചെയ്യില്ല. കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലോട്ട് ഗോപിക എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഫീലിങ്സ് ഒന്നും പിന്നെ അത് നമ്മളെ ബാധിക്കില്ല. മനസ്സിലായി? കുറച്ച് ലോവർ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് അത്തരം വാക്കുകൾ നമ്മളെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത്. അത് പിന്നെ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും സംസാരമൊന്നും കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കമന്റുകളും ഫീഡ്ബാക്കുകളും കേട്ടുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് അങ്ങനെ നമ്മൾ പവർഫുൾ ആവുക, നമ്മൾ ആത്മശക്തി പുറത്തു കൊണ്ടുവരിക, നമ്മള് പരമാവധി അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ സന്തോഷപൂർവ്വം അങ്ങോട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു കണക്ഷൻ ആ ഒരു രീതിയിലുള്ള ആളുകളെ വരുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. താങ്ക് യു. പറയൂ ഡോക്ടർ ഷംസിയ. സാർ, ഈ ഒഫൻസ് ചെയ്യുന്നവർ നമ്മള് കേസ് കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പൊ നമ്മുടെ ഭാഗം എന്തെങ്കിലും ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങനത്തെ ഒരു നിയമവ്യവസ്ഥിതി നമ്മൾ യൂസ് ചെയ്യുന്നതാണോ, അതോ നമ്മളിങ്ങനെ ലോ ഓഫ് വൺനെസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കേസ് കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേസ് കൊടുക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ ലോകത്ത് ചില പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അത് മനസ്സിലായില്ലേ? അത് അങ്ങനെ ഒരു നെഗറ്റീവ് വശത്തെ കുറിച്ച് ചിന്തിക്കേണ്ട, അങ്ങനെ വിഷമിക്കേണ്ട. അപ്പൊ അത് കാരണം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകണമെന്നുള്ളത് ആ വ്യക്തിയുടെയും കൂടി ഒരു ഹീലിംഗിന്റെ ഭാഗമാകും. അപ്പൊ നമ്മളത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് അത് പറയാറുണ്ട്. അത് ഇപ്പൊ ഈ ഒരു പണിഷ്മെന്റ് ഒക്കെ അതിന്റെ ഭാഗമാണ്.
ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഹീലിംഗ് വരും. നമ്മളത് ഒരു ഹയർ ലെവലിൽ നിന്ന് ചിന്തിക്കാൻ മാത്രമേ അങ്ങനെ കാണാൻ കഴിയുകയുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഹയർ ലെവലിൽ നമ്മൾ ചിന്തിക്കാൻ മാത്രമേ, അപ്പം നമുക്ക് അത് അല്ലാതെ നമ്മളെല്ലാം സഹിച്ച് ഒന്നസിൽ തന്നെ പോകണമെന്നില്ല. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തില് ആ വ്യക്തിയെയും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നത്, സഹായിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഹീലിംഗിന്റെ ഭാഗമായിട്ട്. അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സർ. അങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. അത് കാരണം പറഞ്ഞാൽ അത് പറയാൻ ഒരുപാട് പറയാനുണ്ട്. അത് ഒരുപാട് പറഞ്ഞാൽ മാത്രമേ എനിക്കത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയുള്ളൂ. അത് ഈ ഒരു സദസ്സിൽ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അത് വളരെ ആഴത്തിൽ പോയാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, അത് നമുക്ക് ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്കത് ചെയ്യാം. എല്ലാം നമ്മൾ സഹിക്കണമെന്നല്ല. ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ലോകത്ത് പറഞ്ഞാൽ നമ്മളൊരു ജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് അതങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. ആ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അത് രണ്ടുപേർക്കും ഉപകാരപ്പെടുമാണ്. കുറച്ച് ബുദ്ധിമുട്ടേറിയ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. സ്ട്രഗിള് ഒരു ഹീലിംഗിന് കാരണമായി മാറുന്നുണ്ട്. അത് ആ വ്യക്തിക്കും സ്പിരിച്വലി ഉപകാരപ്പെടും. അതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വാണി പറയും. ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. വെരി ഗുഡ് വാണി. ഒരുപാട് ഹാപ്പിയാണ്. എന്റെ ചുറ്റുമുള്ള ലോകമൊക്കെ ഒരുപാട് മാറി തുടങ്ങി. കുട്ടികളെ നോക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു. പിന്നെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഞാൻ ജസ്റ്റ് ഇരുന്ന് കൊടുക്കുമ്പോ തന്നെ എന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇതാണ് നമുക്ക്. ഞാൻ ഇപ്പൊ ഒരാഴ്ചയായിട്ട് വളരെ ഒരു അത്ഭുത ലോകത്ത് കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പെട്ടെന്നാണ് ജോലി കിട്ടിയത്. എങ്ങനെയാണ് അത്? ഞാൻ ജസ്റ്റ് കാണണം എന്ന് വിചാരിച്ച ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാണും. ഞാൻ തന്നെ അവരെ കണ്ടിട്ട് ഇങ്ങനെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു കോണ്ടാക്ട് നമ്പർ ഇല്ല എന്റെ അടുത്ത്. എന്റെ ഫ്രണ്ടിന്റെ ആയിരുന്നു. അപ്പൊ വളരെ അത്ഭുതപ്പെട്ടു പോയി എനിക്ക്. ഞാൻ പ്രാക്ടീസുകൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ വന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. താങ്ക് യു വാണി. താങ്ക് യു സോ മച്ച്. വാണി എന്റെ സ്റ്റുഡന്റ് ആണ്. വാണി, താങ്ക് യു വാണി. കുറെ നാളായി കണ്ടിട്ട്. അപ്പം വാണി ഒരുപാട് ലോവർ ലെവലിൽ ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അതായത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡിലൂടെ കടന്നു പോയിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ വളരെ ലോവർ ലെവലിലായിരുന്നു. ഡെഡിക്കേറ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് നിന്നതിന്റെ ഫലമാണ് എനിക്ക് മനസ്സിലാവുന്നത്. വലിയ സന്തോഷമുണ്ട്. ജോലിക്ക് ജോയിൻ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാല് എനിക്കറിയാം വാണി ആ രീതിയിൽ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ ഇമോഷണലി ഡൗൺ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നടന്നിട്ട് പക്ഷെ എങ്ങനെയെങ്കിലും കര കയറണം എന്നുള്ള രീതിയിൽ അത് ഒരുപാട് സന്തോഷം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. അതുകൊണ്ട് അത് ആ ഒരു റിവാർഡ് തരും വാണി. ആർക്കാരും എല്ലാവർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇതൊരു പാഠമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് കുറച്ച് സമയം എടുത്താലും പിന്നെ ആ ഒരു പ്രതിഫലം തരുമ്പോൾ ഒരുമിച്ചാണ് തരുന്നത്. എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. അസ്വസ്ഥതപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വിശാലമായിട്ട് ചിന്തിക്കാൻ അറിയില്ല, വിശാലമായ കാഴ്ചപ്പാടില്ല, ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല, ആ രീതിയിലൊക്കെ വന്നിട്ട് പക്ഷെ രക്ഷപ്പെടണം, ജീവിതത്തിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നാണ്. എനിക്ക് നല്ലൊരു വലിയ സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ ഒന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചു. താങ്ക് യു സോ മച്ച്. ഇതിന്റെ ഇടയിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിട്ടോ സാർ. ഓക്കെ താങ്ക് യു. അതൊക്കെ ഗ്രൂപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യട്ടോ. ശരി. താങ്ക് യു. അപ്പൊ നമുക്ക് 30 താങ്ക് യുന്റെ പ്രാക്ടീസ് എല്ലാവർക്കും. അപ്പൊ നന്നായിട്ട് ഇതിനകത്ത് തന്നിട്ടുള്ള അറിവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. അത് ഒരു ഗ്യാരണ്ടിയാണ്. അത് കാരണം പറഞ്ഞാൽ അത് അങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരുന്നൊരു ഗ്യാരണ്ടിയാണ്. ഒരു മനുഷ്യനും ആ പ്രാക്ടീസിന് ഒരു പ്രതിഫലം കൊടുക്കാതെ പോയിട്ടില്ല. ഒരു കർമ്മത്തിനും തത്തുല്യമായ ഒരു പ്രതിഫലമില്ലാതെ വന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. അടുത്ത വ്യാഴാഴ്ചയാണ് കേട്ടോ. താങ്ക് യു. Thank you, sir. Thank you so much. Thank you.